ആണോ? വരുവോ? ആ വേഗം വാ, ബെല്ലടിക്കാറായി. ആ വൃന്ദയുടെ കണ്ണിപ്പെട്ട ആകെ കുഴയും. വേഗം വാ. പാലത്തിനടുത്ത് നിന്നെ കാണാനപ്പോ തന്നെ ഞാൻ പ്രതീക്ഷിച്ചു നിനക്ക് ഇതായിരിക്കും പണിന്ന്. ഇത് അയാളല്ല, ഗൾഫിൽ നിന്ന് ഉപ്പ വിളിച്ചതാ. ശരിയാ, ഒളിച്ചിരുന്ന് വിളിക്ക, എന്നെ കണ്ടുടനെ കട്ട് ചെയ്യാ. ഉപ്പ തന്നെ, യാതൊരു സംശയമില്ല. സോറി. എടി, അയാളിപ്പോ ഫോൺ വിളിക്കാറില്ലെന്ന് നീ എന്നോട് എത്ര പ്രാവശ്യം കള്ളം പറഞ്ഞു? മനുഷ്യന്മാരായ കുറച്ചൊക്കെ നാണം വേണം. ക്വാർട്ടർലി എക്സാമിന്റെ റിസൾട്ട് വരട്ടെ, അപ്പൊ നിനക്ക് മനസ്സിലാവും വൃന്ദ എത്രയും കാലം പറഞ്ഞത് എന്തായിരുന്നു. എടി അതല്ല ഞാൻ. നീ ഒന്നും പറയണ്ട, സ്കൂളിൽ ബെല്ലടിക്കാറായി, വേഗം വാ. ശ്രീഹരി, സിതാര, C+, വൃന്ദാവിനയൻ, A+. എല്ലാ വിഷയത്തിലും A+ കിട്ടിയ കുട്ടികൾ എഴുന്നേറ്റ് നിൽക്കുക. വെരി ഗുഡ്. സിഡാം സിഡാം. ഒരു എയും ബാക്കി മുഴുവൻ A+ഉം കിട്ടിയ കുട്ടികൾ ആരൊക്കെയാ? യു ആർ ആൾസോ വെരി ഗുഡ്. സിഡാം. B+ഉം Bയും കിട്ടിയവർ എഴുന്നേൽക്കൂ. ഓക്കെ, ഗുഡ്. Bയും Cയും കിട്ടിയവർ. സാരമില്ല, അടുത്ത പരീക്ഷയിൽ നന്നായി ശ്രമിച്ചാൽ നിങ്ങൾക്കും നല്ല മാർക്ക് കിട്ടും. സിഡോ. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു. ഈ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ A+ വാങ്ങിയ കുട്ടികൾ ഈ ക്ലാസ്സിലാണ്. എൻ്റെ മറ്റൊരു അഭിമാനം, ഈ സ്കൂളിലെ ആകെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് ഈ ക്ലാസ്സിലെ ഒരു കുട്ടിക്കാണ്. വൃന്ദാവിനയൻ. ഉം. 99% മാർക്ക് അവൾ നേടിയിട്ടുണ്ട്. ഈ സംസ്ഥാനത്തിലെ തന്നെ ഏറ്റവും മികച്ച കുട്ടികളിൽ ഒരാൾ വൃന്ദയായിരിക്കും. വൃന്ദാവിനയൻ, കൺഗ്രാജുലേഷൻസ്. സമ്മാനമൊന്നുമില്ലേ സാർ? തീർച്ചയായും. ഇത് കാഴ്ചക്ക് ചെറിയ സമ്മാനമാണെങ്കിലും അറിവിന്റെ പ്രതീകമാണ്. വൃന്ദ, കമോൺ. വെൽക്കം. ഓക്കെ. അതുപോലെ ക്ലാസ് ടീച്ചർ എന്ന നിലക്ക് എനിക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയ കാര്യവും ഈ ക്ലാസ്സിൽ തന്നെയാണ് സംഭവിച്ചത്. +1 പബ്ലിക് എക്സാമിൽ പോലും 97% മാർക്ക് വാങ്ങി മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങിയ നിങ്ങളുടെയും എൻ്റെയും പ്രിയപ്പെട്ട സിതാരയ്ക്ക് ഈ പരീക്ഷയിൽ A+ പോയിട്ട് ഒരു A പോലും കിട്ടിയില്ല എന്നത് എൻ്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ വേദനയാണ്. സിതാര, കരയണ്ട, സാരമില്ല. എനിക്ക് പേഴ്സണലായിട്ട് സിതാരയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. വരൂ. വൃന്ദ, ശ്രുതി, ഷൈമ, നിങ്ങൾ 3 പേരും ഇന്റർവെല്ലിന് എന്നെ വന്ന് കാണണം.